അപ്പോൾ അപ്പോൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള കാര്യത്തിലാണ് കാര്യം. അല്ലാണ്ട് ശിഖണ്ഡികൾ ആരാധിച്ചിട്ട് പേരും ബർത്ത് റേറ്റ് മാറ്റി ഡ്രഗ് അടിച്ച് കുടിച്ച് MDMA കഴിച്ച് നടന്നിട്ട് ഹിന്ദുസിന് ജനിക്കണ പോലെയല്ല അത്. അവർക്കത് പറയാറില്ല. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെടുന്ന ടൈപ്പാണ്, പെട്ടെന്ന് പെടുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാണ്ട് ശിഖണ്ഡികളൊന്നും ആരാധിച്ചിട്ടില്ല. അപ്പോൾ ഉണർവോടെ പറയുന്നത്, ഉന്മേഷത്തോടെ ധൈര്യത്തോടെ പറയുന്നത് വ്യത്യാസമുണ്ട്. വർജിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതും ഒരാൾ സ്പെഷ്യൽ ആൾ പെർഫെക്റ്റായിട്ട് വരുന്ന ചെയ്യുന്ന വ്യത്യാസമുണ്ട്. സമയമനുസരിച്ച് കണക്കനുസരിച്ചും ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്തനുസരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ മെച്ചുവർ ലെവലിൽ ചെയ്യണ രീതി അറിയാത്ത പിള്ളേക്ക് ചൊറിയും പറയും എന്നുള്ള സമയത്തല്ല ചെയ്യേണ്ടത്. ഒരു സമയത്ത് ചെയ്താൽ ട്രൈ ചെയ്തു എന്നായി, ആയില്ലെങ്കിലും മെറ്റീരിയലിസ്റ്റിക് രീതിയിൽ ചെയ്യുന്നതും വെറുതെ ഒരു കുമ്പളങ്ങ വെട്ടി പോയി പറമ്പിൽ ചെയ്തു, പക്ഷേ അനങ്ങി കാര്യങ്ങൾ എക്സസൈസ് ചെയ്യണില്ല, അതിലല്ല കാര്യം. അവർക്ക് വെറുതെ ഇരുന്നാലും തള്ളി പൊട്ടിത്തെറിക്കില്ല. കാര്യം ആ ഒരു കണക്കിനനുസരിച്ച് വരണ്ടോ, ഓർഡർ അനുസരിച്ച് വരണ്ടോ, അത് അങ്ങനെ തന്നെയാവും. അതിൽ വേറെ വേർതിരിവ് ഉണ്ടാവില്ല, മീൻസ് വേറെ വഴി തിരിഞ്ഞ് പോവില്ല. വകതിരിവോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. അല്ല ഡ്രങ്കാർഡ്സിനെ കുറിച്ച് നടക്കണമെങ്കിൽ തിരഞ്ഞെടുക്കണമല്ലേ. അവർക്ക് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, ശോഷിച്ച വാക്കുകൾ പറയരുത്, ധൈര്യത്തോടെ നടക്കുക, അല്ലെങ്കിൽ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, സ്പിരിച്വൽ ബ്രൈഡ്, വിവാഹത്തിന് ഉടമ്പടി ഇല്ലാണ്ട്, ആൽഫയുടെ കാര്യം, ഒമേഗയ്ക്ക് എന്തുണ്ടാവണം, ലൂപ്പ് ഹോൾ, സാക്രിഫൈസ്, ക്രിസ്ത്യാനിറ്റി, ശരിക്കുള്ള റിലീജിയൻ അല്ലാത്ത, മെറ്റീരിയലിസ്റ്റിക് അല്ലാത്ത റിലീജിയൻ അല്ലാത്ത ശരിക്കുള്ളൊരു ഗോത്രം എന്നുള്ള ക്രിസ്ത്യാനിറ്റിയുടെ അർത്ഥം അവർക്ക് ശരിക്കും അറിയില്ല. അതുകൊണ്ട് പലരും വൃത്തികെട്ട വാക്കും പറഞ്ഞ് സ്വന്തം ശോഷിച്ച അവസ്ഥ പുറത്ത് കാണിച്ച് അവർ തല പൊട്ടി തെറിക്കണ രീതിയിൽ പെടണ പോലെ ആവണം. അവർക്ക് സ്വയം പറയുന്നത് തിരിയണല്ലേ, അവർ കേൾക്കണവർക്കും പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണല്ലേ. അപ്പോൾ ഉള്ള കാര്യം പേര് ചൊല്ലി സംസാരിക്കാത്ത ഒരു പാരലിസിസ് ആയിട്ട് അവിടെ കിടക്കട്ടെ. ചത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പേര് വിളിച്ച് സംസാരിക്കാണ്ട് പേര് ഓർക്കുന്നത് പോലും ചാവണ മുമ്പ് എനിക്ക് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഉള്ള കാര്യം അറിഞ്ഞിട്ടും അറിഞ്ഞ പോലെ അതിനെക്കുറിച്ച് ചോദിച്ചാൽ ആരാഞ്ഞറിഞ്ഞ് ഡോർബെല്ലടിച്ചാണെങ്കിൽ, വാതിൽ കൊട്ടിയാണെങ്കിൽ വാതിൽ മുട്ടാനും അവർക്ക് ധൈര്യമില്ല. ബാക്കിയുള്ള പെട്ടികളുടെ അവരെ കുഴിയിൽ ചാടിക്കണം, അതും കേട്ട് ഞങ്ങൾക്കായിരുന്നു കുട്ടി ചാവണം എന്നുള്ള പോലെ ചത്തിട്ട് ഇവരെ കേട്ട് നടന്ന വിഡ്ഢികൾക്ക് ഇവർ ആവശ്യമില്ല, ഇവർക്കും ഇവരുടെ സ്വന്തം ജീവിതത്തോടെ വിലയില്ല. എന്താ കാര്യം? അപ്പോൾ ഇങ്ങനെയുള്ളവർ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്താ കാര്യം? തന്തയുടെ തള്ളയുടെയും ശിഖണ്ഡികളെ ആരാധിക്കണം എന്നുള്ളത് വിചാരിച്ചിട്ട് പരസ്പരം കൊല്ലിച്ചിട്ട് അതിൽ കാര്യമില്ല. അപ്പോൾ ഒരു മലയാളം ലിപി വരണ വ്യത്യാസം ഈ ഭാഗത്ത് വരണ യഹൂദിയരുടെ കണക്കനുസരിച്ച്, യഹൂദിയർ ഇവിടെ വന്ന യുദ്ധം ഉണ്ടാക്കാനല്ല, പല മലയാളികളായിട്ട് മിങ്കിൾ ചെയ്ത് പല ഇൻ്റർമിങ്കിളിങ് മാരേജ് കുറച്ച് കോംപ്ലക്സ് ആണ്, എല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കില്ല. പല വർഷങ്ങളും പല ദിവസങ്ങളും സെഞ്ച്വറീസും കഴിഞ്ഞ് ആഴ്ചകളൊക്കെ തീർന്ന് കുറേ കാര്യങ്ങൾ വന്നതാണ്. അങ്ങനെ അവർ തമ്മിൽ അന്ന് വലിയ ഈ എന്താ പറയാൻ ഇതില്ലൊക്കെ മെഡിക്കൽ ടെർമിനോളജി ഒന്നും ഇല്ല. 15 പിള്ളേർ ഒരു അപ്പനും മോനും യഹൂദിയർക്കും മലയാളം പറഞ്ഞ് അവിടെ മലയാളി ഒരു ഇതുണ്ട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് കൊണ്ടാണ്, നേച്ചർ വൈസും ഇതും. ഒരു 15 പിള്ളേരും 20 പിള്ളേരുണ്ടാവും. കുറേ പേര് മരിക്കും, കുറേ പേര് ചെതറി അവിടെ ഇവിടെയും പോകും. അപ്പോൾ അങ്ങനെ കുറേ സെഞ്ച്വറീസ് മാറി എത്ര മില്യൺസ് ഓഫ് ആൾക്കാരുണ്ടാവണം അല്ലേ, അതുകൊണ്ട് 1-2 പേരല്ല. പല ജനറേഷൻസ് വഴി കുറേ ഹിന്ദുസായി മാറി തോൽക്കാൻ പഠിച്ച മോന്തയും കൊണ്ട് പല സ്ഥലത്തും മാംഗ്ലൂർ പോകും. ഇപ്പോൾ മേരിദാസും അശ്വരയുടെ തന്തയുടെ മുഖം പോലെ ചിലർ കൊല്ലം ഭാഗത്തേക്ക് പോകും. അങ്ങനെയുള്ളൊരു ശരിക്കുള്ള അവർക്ക് ശിഖണ്ഡികൾ ആരാധിക്കണവർക്ക് യഹൂദിയരുടെ എക്സാമ്പിൾസ് 2018 ലൂപ്പ് ഹോൾ അനുകരിക്കേണ്ട കാര്യമില്ലല്ലോ, കോപ്പി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതൊന്ന് മനസ്സിലാക്കുക. ഒരു ജീൻസ് വഴി വരണേ. അതുകൊണ്ടാണ് ജീൻസ് എന്ന് പറഞ്ഞ കണക്ഷൻ വെച്ചിട്ട് പലതും ഇറങ്ങണം. അപ്പോൾ ജീൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വരണേ. അവർ ശിഖണ്ഡികളെ ആരാധിക്കണമെന്നല്ല, അവർ കാണിക്കണത് എന്താണെന്ന് മനസ്സിലാക്കുക. അവർ പറയണ വേർഡ്സ് എന്താ ഉപയോഗിക്കണം നോക്കുക. അതാണ് പറയണത്. ഇപ്പോൾ ആഫ്രിക്ക മെഡിറ്ററേനിയൻ ഏരിയ ഈ ഭാഗത്ത് വരുന്നതും ഞാൻ അമേരിക്കയുടെയും കാനഡയുടെയും ഇംഗ്ലണ്ടിനെ കുറിച്ചല്ല അവിടെ പറയണത്. അവർക്ക് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. എങ്ങനെയാണെന്ന് പറയണത്? ഇപ്പോൾ ആഫ്രിക്ക മെഡിറ്ററേനിയൻ ഏരിയ, ഇന്ത്യ ടച്ച് ലാസ്റ്റ് ഈ ശ്രീലങ്ക ഇവിടെ ടച്ച് കേരള കോസ്റ്റില്ലേ, ചേരരാജ, അതായിട്ട് കണക്ഷൻ 20th സെഞ്ച്വറി മുമ്പ് അതിന് മുമ്പുണ്ട്. സ്പൈസ് ട്രേഡിങ്ങും പല ട്രേഡിങ്ങും നടക്കുന്നുണ്ട് ഷിപ്പിൽ, വുഡൻ ഷിപ്പിൽ വന്നിട്ട്. അപ്പോൾ പല ഇൻ്റർചേഞ്ച് കൾച്ചർ വരുന്നുണ്ട് ഇവിടെ, മ്യൂസിക് വൈസും
ഇപ്പോൾ മെഡിറ്ററേനിയൻ ഏരിയ എന്ന് പറയുമ്പോൾ ഗൾഫ് കൺട്രി അവിടെ നിന്ന് കഴിഞ്ഞ ഇപ്പോഴത്തെ പോലെയല്ല അന്ന് ബാഗ്ദാദ്, ഇറാൻ, ഇസ്രായേൽ, സ്പെയിൻ, പോർച്ചുഗൽ, മെഡിറ്ററേനിയൻ ഏരിയ തൊട്ട് ഈ ആഫ്രിക്ക, ഇവിടുന്ന് ഇന്ത്യ, ടിപ്പ് മോസ്റ്റ് കോസ്റ്റ് ഇങ്ങനെ വി ഷേപ്പിലിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞേ, നിങ്ങൾ ചിന്തിക്കണ കാര്യം ഞാൻ ചിന്തിക്കണമെന്നുണ്ടാവില്ല. ചിന്തിക്കണ തോത് എന്താണെന്ന് മനസ്സിലാക്കുക. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക. മെറ്റലിസ്റ്റിക് രീതിയിലല്ല, ശോഷിച്ച വാക്കുകൾ പറയാനുണ്ട്. നിങ്ങളെന്താ ചെയ്യണം? ഡ്രഗ് അടിച്ച് കുടിച്ചെന്ന് ഛർദിയും വിഴുങ്ങി ബാക്കിയുള്ളവരുടെ ചോറിൽ ഭക്ഷണം ഫ്രൈഡ് റൈസ് ഛർദി കുട്ടുക എന്ത് വീണാൽ അതും കഴിച്ച് നടന്നിട്ട് വീണ്ടും ഛർദിച്ച് വർഷങ്ങൾ തീർന്ന് ബോധമില്ലാണ്ട് ആർട്ടിഫിഷ്യൽ മറവിയും കൊണ്ട് കുറേ നാൾ ഡ്രഗ്സിന് അടിമയായിട്ട് പെടണ പോലെയല്ലത്. ധൈര്യമില്ലാണ്ട് ഒരു കാര്യം ഉണർവോടെ ചെയ്യുക, ബോധത്തോടെ ചെയ്യുന്നതും. നിങ്ങൾ ചിന്തിക്കണത് ഞാൻ ചിന്തിക്കണമെന്നില്ല. ഞാൻ ചിന്തിക്കണ തോത് എവിടെ വരെ നിൽക്കും നോക്ക്. ആവശ്യമില്ലാണ്ട് വെറുതെ വൃത്തികേടും ചെയ്തിട്ട് ലക്കും ഒരു തരം ലക്ക് കെട്ട പോലെ ചെയ്തിട്ട് ഒരു ഡൈവോഴ്സ് രീതിയിൽ എത്തിക്കണ പോലെയല്ല. പൂർണ്ണ ഉണർവോടെ സംസാരിക്കുക, കാര്യങ്ങൾ ചെയ്യുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക. അവരുടെ വിഡിത്തം മാറും പ്രതീക്ഷിക്കാണ്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, ബാക്കിയുള്ള വളർത്തിയെടുക്കുക, നിരങ്ങി നീക്കലല്ല. ഡ്രഗ് അടിച്ച് കുടിച്ച് വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോ വൃത്തികേട് വിഴുങ്ങിയിട്ട് കാര്യമില്ല. പിന്നെന്താ പറയുക, ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണ പോലെയല്ല, മാത്രം സാധാ ഒരു കാര്യം എക്സ്ട്രസിക്ക് വേണ്ടി ചെയ്യണ പോലെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താ പറയുക, പൂർണ്ണ ഉണർവോടെ പൂർണ്ണ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് വിപരീതം ചെയ്യുക. എല്ലാ കാര്യം ബൈബിൾ എഴുതിയിട്ടും വിപരീതം ചെയ്തിട്ട് കാര്യമില്ല. പാതിരികളുടെ ആവശ്യമില്ലെന്നൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിലയില്ലാണ്ട് തക്കപ്പിച്ച സാലറിക്ക് പാതിരികളുടെ ആവശ്യത്തിൽ ചെയ്യരുത് പറഞ്ഞാൽ ചെയ്ത് തീർന്നു കഴിഞ്ഞു. അത് വെറുതെ ആവശ്യമില്ലാണ്ട് കാട്ടിക്കൂട്ടൽ ചെയ്യരുത്. ചെയ്യരുത് പറഞ്ഞാൽ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ലേ. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത് തന്നെയാണ്, അത് ചെയ്യണം എന്നല്ല. അതുപോലെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഈ ഇതിലാണ്ട് വിഡ്ഢികളായിട്ട് തീർന്നിട്ട് കാര്യമില്ല. അതിലെന്തോ ഒരു പറയാമെന്നു. അവർ ഹിന്ദി കുട്ടികളാണോ ഡ്രഗ് അടിച്ച് പിടിച്ച് നോക്കണ്ടോ എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഞാൻ അവരാവാതിരിക്കാൻ ശ്രമിക്കുക. മീൻസ് ധൈര്യമില്ലാത്തവർ അനുകരിക്കണ പോലെ ഞാൻ ചെയ്യാതിരിക്കുക. ധൈര്യത്തോടെ നടക്കുമ്പോൾ വ്യത്യാസമുണ്ട്, പെർഫെക്റ്റായിട്ട് നടക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് നോക്കേണ്ടതല്ല. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക. അങ്ങനെ മനസ്സിലാക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, ഷോർട്സ് വാക്കുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിസ്കസ് ചെയ്യാനുള്ള ആരും അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക. മറ്റുള്ള ഡിസ്കസ് ചെയ്യുമ്പോൾ ഷോർട്സ് വാക്കുകൾ പറഞ്ഞ് അവർ പറഞ്ഞ് അവർക്കും തിരിയാനുള്ള ഇവർക്കും തിരിയാണ്ട് ലക്ക് കെട്ട് ചത്ത് വേസ്റ്റായിട്ട് മെറ്റലിസ്റ്റിക് സാധനങ്ങൾ ആരാധിച്ചിട്ട് ഇതില്ലാണ്ടാവുന്ന പോലെ പുനർജന്മമൊന്നുമില്ല. വേറൊരു ലൈഫ് വേസ്റ്റാക്കി ജീവിക്കാൻ വീണ്ടും. അപ്പോൾ എല്ലാം ഇത് ചെയ്തിട്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നു. അതുപോലെ നിങ്ങളുടെ മക്കളെ വരെ കുടിച്ചിട്ട് ഘടിപ്പിച്ചിട്ട് നടക്കണ പോലെയല്ല. ഒരു മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മനസ്സിലാക്കി സംസാരിക്കുക. തമാശ പറയുകയാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഇതിൽ ആരെയും ഷോർട്സ് വാക്കുകൾ പറയില്ല. തമാശ പറയുകയാണെങ്കിലും അതിൽ വൃത്തികേട് കൊണ്ടുവരാതിരിക്കുക. തമാശ പറയണതിൽ ധൈര്യത്തോടെ തമാശ പറയുന്ന വ്യത്യാസമുണ്ട്. ധൈര്യത്തോടെ തമാശ പറഞ്ഞാൽ ദിവസം ഫുള്ളും തമാശ പറയാം. മനസ്സിലായോ? കളിച്ചിരിച്ച് എല്ലാം ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യുക, വേറെ എന്തെങ്കിലും ചെയ്യുക, പൂർണ്ണ ഉന്മേഷത്തോടെ ഉണർവോടെ കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ഒരു തരം തിരിച്ച് പ്രതീക്ഷിക്കേണ്ട, വിഡിത്തം മാറുന്ന പ്രതീക്ഷിക്കേണ്ട, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ശോഷിച്ച വാക്കുകൾ തമ്മിൽ ഡിസ്കസ് ചെയ്താൽ പലരും തമ്മിൽ കൊല്ലിക്കണ പോലെയല്ല. ധൈര്യമില്ലാത്തവരാണ് വായക്കൂടെ ശോഷിച്ച വാക്കുകളും വിട്ടിട്ട് വളി വിട്ട പോലത്തെ അവരുടെ മോന്തയാവുന്നത്. പ്ലാസ്റ്റിക് സർജറി എനിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയാം, അവരുടെ മോന്ത പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട രീതിയിലാക്കി വെച്ചൊക്കെയാണ് അവർ. അപ്പോൾ ആർട്ടിഫിഷ്യാലിറ്റി കൊണ്ടുവരാതിരിക്കുക. അന്നത്തെ തൊട്ടുള്ള കാര്യങ്ങളും ധൈര്യത്തോടെ നടക്കുന്നതും ആയുസ് വർദ്ധിപ്പിച്ച് കൂട്ടുന്നതും അങ്ങനെയാണ്. അതെല്ലാം പെട്ടെന്ന് നടക്കണമെന്നില്ല. ഒരു ഡെറൈവേറ്റീവ് വരണമെങ്കിൽ നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ ശിഖണ്ഡികളെ അരച്ച് തുടങ്ങുകയാണെങ്കിൽ പിന്നെ എനിക്കും തൻ്റെ ആവശ്യം എന്താ, ഞാൻ ട്രൈ ചെയ്യും. അത് കണക്കനുസരിച്ച് വരണനുസരിച്ച് എന്താ വെച്ചാൽ നടക്കും.